ഹാഷ്മി നമസ്കാരം. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ജനകീയ കോടതിയിലേക്ക് ഹാഷ്മി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വന്നത് ഞാൻ വെറും വിഡ്ഢിയായതുകൊണ്ടല്ല. നമ്മൾ അങ്ങനെ മണ്ടന്മാരായിട്ട് അഭിനയിക്കല്ല. എന്റെ ഉള്ളിൽ ഉറച്ച സത്യവും നീതിയും ഉണ്ടായതുകൊണ്ടും എനിക്ക് പറയാനുള്ള സത്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് തന്നെയാണ്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഹാഷ്മി അവിടെ നെറുകേട് കാണിക്കുമെന്നും ഇന്നലകളിൽ എനിക്ക് ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മിക്കുണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് എന്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല, ഹാഷ്മി ഒരു നല്ല മാധ്യമ പ്രവർത്തകനാണ്, അദ്ദേഹം മല്ലേ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചെയ്യില്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾ ഈ പരിപാടിയിൽ അതിഥിയായി വിളിച്ച ആൾക്കാരോട് എനിക്കെതിരെ എന്തൊക്കെ സംസാരിക്കണമെന്നും ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും എനിക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് നിങ്ങളൊരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇന്നറിഞ്ഞതല്ല, ഞാൻ ഇന്നലെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും നിൽക്കില്ലായിരുന്നു. അവസാനം വരെ ഹാഷ്മി പോയിക്കൊണ്ടിരുന്നത് എന്നെ ഒരു BJP കാരനാക്കി വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹാഷ്മി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഹാഷ്മിക്ക് സാബു ജേക്കബിന്റെ കയ്യിൽ നിന്ന് എത്രയാണ് കിട്ടിയത്? കിറ്റെക്സ് ആണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിൽ 24 ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരാണ് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചത്. ഊഹിക്കുന്നുടാ. ഹാഷ്മിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഹാഷ്മി വിളിക്കുന്ന ആള് ഉമ്മയുടെ ഭർത്താവ് തന്നെയാണ് ഹാഷ്മിയുടെ വാപ്പയെങ്കിൽ ലൈവായിട്ടൊരു പ്രോഗ്രാം നടത്തുക. എന്നിട്ട് ഇതേ വിഷയം, നിലപാടെന്ന് പറഞ്ഞ ഇതേ വിഷയത്തിൽ നമ്മളൊന്നും ചെയ്യൂല, ധൈര്യമായിട്ട് പറഞ്ഞോളി. അതെങ്ങനെയാ പറയാൻ ആശ്രയം? ഹാഷ്മിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ലൈവായി ഞാനുമായി സംവദിക്കാൻ ഹാഷ്മിക്ക് താല്പര്യമുണ്ടോ? അല്ല, പിന്നെ അപരാധം പറഞ്ഞുണ്ടാക്കുന്നതിന് വലിയ ഒരു അതിര്